അമ്മോ എന്നാ ചൂടുള്ള ഓടിവാ ഓടിവാ വേവന്നൊക്കെ കിട്ടും. എന്ത് അതെ കുളിറൂം ഒഴിവില്ല വെള്ളം വെക്കാം. പാവട്ടോ അമ്മൂന് കുളിക്കാൻ 1 മണിക്കൂർ വേണം. അതുകൊണ്ട് രാവിലെ അല്ലേ നമ്മള് ചോറ് വന്നമ്മ. ഞാൻ നേരത്തെ കഞ്ഞിരോളം കൊഴുത്തേ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. അതങ്ങനെ വെച്ചാൽ ഞാൻ ഏതിലെ വാർക്കണേലിൽ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ട് ആ വെള്ളം എടുത്ത അപ്പോഴേ എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ. അതാണ്ടോ എൻ്റെ അച്ചുവൊക്കെ ഇന്ന് 7:45 നേരത്തെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അച്ചുവിൻ്റെ. ലച്ചുമാ ഇനി രാവിലെ ചായക്ക് ബേക്കറിയും കൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാതെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ. ഒരു 5-6 വഴുതനങ്ങ ഉണ്ട് കേട്ടോ. കയ്പ്പയ്ക്ക ഉണ്ടിരിക്കണു, ബീൻസ് മുട്ടക്കോസൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണോ എന്ന് വെച്ചാലേ ഇതിൽ ഉപ്പേരി വെക്കാലോ എന്ന് വിചാരിച്ചു. ഒറ്റ ആവിക്കാവുമല്ലോ കുട്ടികൾക്ക് രാവിലെ കൊണ്ടുപോകാൻ. എനിക്കിഷ്ടമാണ് ചൂടുള്ള കഞ്ഞിയും വഴുതനങ്ങപ്പേരി, നല്ല രസമാണ്. സൂര്യ കഴിക്കില്ലല്ലോ അത്. ആ ഈ ചെമ്പ് ഇതിക്ക് ആ വെള്ളം ഒഴിച്ചാൽ മതി. മന ഊറ്റണോ? അതന്നെ ഉള്ളൂ, വേറെ കണ്ടില്ലല്ലോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുണ്ടോ വഴുതനങ്ങ? ചിലവർക്കൊന്നും ഇത് ഇഷ്ടമുണ്ടാവില്ല. അത് സാമ്പാർ കൂടെ ഇടാനാണ് അധികം ഇവിടെ അമ്മയൊക്കെ ചെയ്യാട്ടോ. ഞാനിങ്ങനെ ഉപ്പേരി വയ്ക്കും എനിക്കിഷ്ടമായതും കൊണ്ട്. എന്താ ഇങ്ങനെ പറയാ, വേഗം ഇത് ഉടഞ്ഞ പോലെ തോന്നുള്ളൂ പറയും. എന്താ അച്ചുവോ? അച്ചുവിൻ്റെ വഴുതനങ്ങ വറുത്താലോ? വഴുതനങ്ങ വറുക്ക നല്ലത്. അരിഞ്ഞിട്ട് ഞാനവിടെ വർക്ക് ചെയ്യാം. നീളത്തിലുണ്ട് അരി. എന്നിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ലേശം മറ്റേ ഇത് കൂട്ടുക. എന്ത് സൺഫ്ലവറില്ലേ, മറ്റേ ഇതിൻ്റെ കോൺഫ്ലവർ അതൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ മസാല അങ്ങനെ പിടിച്ചോളും. ഞാനത് ചെയ്യാറുണ്ട്. പക്ഷെ കോൺഫ്ലവർ ഒക്കെ ഏതെങ്കിലും കാലത്തെ വാങ്ങാറുള്ളൂ എന്ന് മാത്രം. ഇവിടെ അതൊന്നും വാങ്ങാറില്ല. കൂട്ടിയാൽ എണ്ണ പൂവില്ല, അധികം എണ്ണയ്ക്ക് ചിലവില്ല. ഇവിടെ വാങ്ങാറില്ല. നമ്മളിങ്ങനെ ഞാൻ എന്താ ചെയ്യാന്നറിയോ, മുളകും ഉരുളക്കിഴങ്ങ് വറക്കണ പോലെ വറക്കും. അപ്പോൾ വറുത്ത് കൊടുത്തു കഴിഞ്ഞാലും ഇവർക്ക് ഇഷ്ടമല്ല. ഉപ്പേരിയാണെന്ന് വെച്ചാൽ പിന്നെയും തിന്നും. പിന്നെന്താണെന്നറിയോ, വലിയ വലിയ കഷ്ണാക്കി വെക്കണത് വേഗം ഇത് ഉടയുമല്ലോ, ആവി കയറിയ പോരെ. എന്താ ഈ മുറുക്ക് അച്ചുവോ? രാവിലെ അല്ലേ നെയ്ച്ചോറുണ്ട് കേട്ടോ കുറച്ചിരിക്കണേ. നല്ല മുറുക്ക് തന്നെയാണ്. അരി മുറുക്കേ അല്ല നെയ്ച്ചോറുണ്ട് കേട്ടോ ഇരിക്കണോ. അത് കഴിച്ചോട്ടോ സ്കൂളിൽ പോകുമ്പോ. എന്തമ്മ അല്ല കുറച്ച് ചോറിനാണ് സ്കൂളിൽ വീടാൻ പോണെന്താ രാവിലെ അവിടെ വൈകിട്ടാ. മഴ അതല്ല രസേ. നമ്മുടെ ഇവിടെ പണിക്കായിട്ട് കൂട്ടുകാർ വരുമ്പോ അവരുടെ വീടിന്റെ അവിടെ കടമ്പഴിപ്പുറം പൂര മഴയെ ഊത്രേ. ഇവിടെ മഴയേ ഇല്ലാന്ന്. കേട്ട പണി നടക്കുമല്ലോ, ഉള്ളിലല്ലേ പണിയേന്. എന്താ അച്ചു കണ്ണൊക്കെ എഴുതിക്കണ കണ്ടോ സുഖന്യെ? ഐലീനറൊക്കെ എഴുതിക്കണോ? ഇതിന്റെ കുട്ടി കണ്ണെഴുതുന്നതിന് അണക്കെന്താ? അയ്യോ അതല്ല, എഴുതിയത് കണ്ടിട്ട് അത്ഭുതം അല്ലേ. ഇന്നിപ്പോ അതന്നെ ഇന്നിപ്പോ ഇത് കണ്ടോ, കാറൊക്കെ വരുന്നു, മഴക്കാറൊക്കെ വരുന്നല്ലേ. എന്റെ കുട്ടി സുന്ദരിയാണ്. വരും കാഴ്ചക്ക് അമ്മമ്മളല്ലേ പാരമ്പര്യം ഏറ്റെടുക്കാം. അമ്മമ്മേനെ പോലെ ആവരുത് കേട്ടോ. എന്താ അമ്മമ്മയ്ക്ക് കുഴപ്പം? തല കഴുകുന്നില്ലേ, എന്നതാ ചൂടുവെള്ളം. എന്താണ് ഓരോരുത്തർക്ക് ചൂടുവെള്ളം വേണം. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ എടുത്തു തരണോ? എന്താണ് അങ്ങോട്ട് എടുക്കണ്ട, ഞാൻ എടുത്തുതരാം. അയ്യോ അത് കുട്ട ഫാൻ്റെ അമ്മു, കരിയില്ലാത്ത തുണിയാണ്. കരിയില്ലാത്ത പാത്രല്ലേ. എന്താ അമ്മു, അമ്മുട്ടിക്കില്ലേ തണുപ്പ് കൂടുതലാട്ടോ. അമ്മൂന് എപ്പോഴും ചൂടുവെള്ളം വേണം. ഇനി വേനൽക്കാലമായ മാത്രമാണ് അമ്മു പച്ചവെള്ളത്തിൽ കുളിക്കുള്ളൂ. അതുവരെ അമ്മൂന് തുള്ളി ഇത് അത് ഇവിടെ ഉള്ളവർ ശീലിപ്പിച്ചിട്ടാട്ടോ. അതിനെ കണ്ടോ അത് ചിലിക്കനിരിക്കുന്നത്, അതിന് തണുപ്പ് താങ്ങാൻ പറ്റില്ല. എന്നാൽ ഈ കുട്ടി അങ്ങനെയല്ല, ഇവള് പച്ചവെള്ളത്തിൽ കുളിക്കുക. ഞാൻ അത് പറഞ്ഞോ, അല്ലെങ്കിലേ അമ്മൂന് തേടിയ സങ്കടം കൂടുതലാണ്. ഞാൻ പറഞ്ഞുണ്ടാക്കിക്കോ.
ആ പച്ച മൊബൈൽ കളിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് സങ്കടം വന്നുള്ളൂ തന്നെ പറയണത് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും അതന്നെ മൊബൈൽ തന്നെ മിന്നു എല്ലാവരും മൊബൈൽ ഫോണില്ലേ ഇപ്പൊ ഈ വർക്കുകളൊക്കെ അധികം കൂട്ടുകാരികൾ ഒരു ദിവസം പോയിട്ടില്ലെങ്കിലൊക്കെ ഈ ഫോണിലല്ലേ കൊടുക്കുക. അപ്പൊ ഈ ഫോണിൽ വല്ലാണ്ട് കളിയാണേ. ഫോണിൽ കൂടെയാണേ പറഞ്ഞിട്ടും കാര്യമില്ല. അതാണ് അവർക്കിപ്പോ അത് വേണം. ഫോണ് വേണോ? ഇപ്പൊ യുഗം തന്നെ കമ്പ്യൂട്ടറാണ്, പണ്ടത്തെ പോലെ ഇല്ല. മുളക് പൊടി ഇരുന്ന ഈ വഴുതനങ്ങല്ലേ ഇട്ടിൽ ചെമ്പിൻ്റെ അടപ്പോടെ എന്താ വഴുതനങ്ങ മുളക് പൊടി ഇരുന്നത് നല്ലത്. മുളക് പൊടി തുള്ളി മല്ലിപ്പൊടി എനിക്കിഷ്ടമാണ്. പണ്ട് ജാനുമായിയുടെ തൊടിയിലേ ഈ ഈ വഴുതനങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് നമുക്ക് തരുന്നില്ലേ ജാനുമായിലേ? ആ വഴുതനങ്ങയ്ക്ക് നല്ലൊരു രുചി ഉണ്ടേണേ. പക്ഷെ അത് ഒരു ഭാഗമൊക്കെ അത് ഉണ്ട മാത്രമായിട്ടല്ല, അതിൻ്റെ ഒരു ഭാഗമേ കിട്ടുള്ളൂ, ഒരു ഭാഗം കിട്ടില്ല, പുഴു ഉണ്ടാവില്ല അല്ലേ? അന്നൊന്നും അങ്ങനെ വളമൊന്നും അടിക്കാത്ത കൊണ്ട് അപ്പം ഇങ്ങനെ വെറുതെ പച്ചമുളക് ഇട്ടിട്ട് പച്ചവെള്ളത്തിൽ തുള്ളി പച്ചവെള്ളത്തിൽ വേവിക്കും. എന്നിട്ട് തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. ഇപ്പോഴൊക്കെ നമ്മൾ ഈ കടുക് കളിക്കുകയൊക്കെ ചെയ്യില്ലേ? അന്നൊക്കെ ഒരു വഴുതനങ്ങയുടെ ഒരു മണം ഉണ്ടായിരുന്നു അല്ലേ അമ്മ? പച്ചമുളക് ഉണ്ടാക്കിയിരുന്നു വഴുതനങ്ങ. ഞാൻ മറ്റേത് കണ്ടു കേട്ടോ. എന്ത്? വെണ്ടയ്ക്ക, പുളി വെണ്ടയ്ക്ക എവിടെ ഞാൻ കണ്ടു. നമ്മുടെ ഇവിടെ അങ്കലവാടി മുമ്പിലുണ്ട് പുളിവെണ്ടയ്ക്ക്. പുളിവെണ്ടയ്ക്കുള്ള മാന്തലിട്ട് വെച്ച നല്ലതാ. പുളിവെണ്ടയ്ക്ക് ചിലർ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. പുളിവെണ്ടയ്ക്കാണ് ചീകിയിടുക, എന്നിട്ട് ഇവിടെ അമ്മേന്ന് വെച്ചിട്ടേ ഇല്ല. പച്ചമുളകും കീറുക, ഒരു നുള്ളു മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഒന്നും കൂടി വഴറ്റുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉണക്കമാന്തലില്ലേ അങ്ങനെ ഇടുക, ഇട്ട് ഇളക്കിയിട്ട് അങ്ങനെ വറ്റിക്കുക. അതായത് നല്ല ടേസ്റ്റാണ്. തിന്ന് കണ്ടാൽ പിന്നെ വിടില്ല. പിന്നെ എവിടെ പുളി വെണ്ടയ്ക്കുള്ള വെച്ചാൽ അവിടെ നിന്ന് എടുത്തിട്ട് വരും. ഇവിടെ ഇനി ഉണക്കമീൻ അത്ര വറ്റിച്ചായിരിക്കും അത്ര പിടിത്തല്ല. തിന്നോക്കടേ, ഇത് നന്നായിട്ട് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അതേപോലെ പച്ചമാന്തലിലും ഇടാം, മീൻ കറിയിലൊക്കെ ഇടാം. നമ്മൾ ഇരുമ്പാമ്പുളി ഇടുന്ന പോലെ. ഇരുമ്പാമ്പുളി എന്താ നല്ലതാട്ടോ, പക്ഷെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് കംപ്ലൈൻ്റ് അത്ര. ചപ്പാത്തിക്കാണെങ്കിലും കറി ഉണ്ട് വേണ്ടേ? അത് ഉരുളക്കിഴങ്ങ് കൊണ്ട് കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ. ആ എന്നാൽ വേഗം എടുക്ക്. ഗോതമ്പ് പൊടി ഞാൻ കുഴച്ചുണ്ടാക്കി തരാം. അല്ലമ്മ ഇത്തിരി ചൂടുവെള്ളം ഉണ്ട്. ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അല്ലേ? എടുത്തോ, ഇട്ടുണ്ടാക്കൽ എളുപ്പമല്ലേ? ഒരു ഇഷ്ടം ഉണ്ടാക്കാം അല്ലേ? ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടേ ഒരു ഇഷ്ടം ഉണ്ടാക്കി കൊടുത്താൽ മതി. അരിപ്പം നോക്കുമ്പോൾ കാണാനില്ല കേട്ടോ. അപ്പം ഇത് നല്ലതാണേ. ചായ അരിപ്പ കണ്ടോ? ഇതെന്താ നല്ലൊരു മോഡലാണ്. ഇതുവരെ ആരും ചായ അരിപ്പയിൽ വെച്ചിട്ടുണ്ടാവില്ലേ ഗോതമ്പ് പൊടി? ഇങ്ങനെ ഒരു അരി പറ്റൂലേ? ഞാൻ ഇന്നും നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെന്താ ചായ അരിപ്പയില്? ഇത് ജ്യൂസിൻ്റെ അരിപ്പല്ലേ? ആ എന്താ ഓരോ മോഡൽ അങ്ങനെ വരട്ടെ. ആ ക്ലാസ്സുകളാണ് മാറ്റിയിട്ട് ഇന്നലെ നെയ്ച്ചോറ് വെച്ചതാണ് കേട്ടോ. അപ്പം അത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കൂടുതൽ വെച്ചതന്നെ, കുട്ടികൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അത് കണ്ടോ? അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞോ ചോദിക്കട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ 3 കിലോ അരി എടുത്തിട്ട് വെച്ച്. ഉച്ചയ്ക്ക് ഇവർ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. 1 കിലോ അരിയുടെ ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ കുട്ടികൾ ഇന്ന് രാവിലെ പലഹാരം ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ട് ഇതന്നെ. കഴിച്ചോ? ആ കുറച്ച് ചിക്കൻ കറി ഉണ്ട് കേട്ടോ. ഓരോ സ്പൂണ് മതിയില്ലേ? കഷ്ണം ഇത് വേണോ? ചാറുതാ. കഴിച്ചോളി. കിച്ചോ ഇതാണ്ടോ വാഴയിലയിൽ അടിയിൽ വാഴയില വെച്ചേക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പ്ലെയിൻ റൈസില്ലേ നല്ല ഇതാട്ടോ. കണ്ടോ? ഒന്നുമില്ല, ഇന്നലെ ഉണ്ടാക്കിയതല്ലേ ഇന്നലെ ഉച്ചയ്ക്ക്. നമുക്കും ഉണ്ടാവോ? സാലഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ചുരിദാറും പാൻറ്റൊക്കെ പൊന്തിട്ടാണ് പോയിക്കാൾ.
അത് മതി അത് മതി. അല്ലേ ഇത് ലേശം ഒരു വെള്ളം അധികമായ പോലെ ഒന്ന് കൊടുക്കാനാ. അത് മതി. ഉണ്ടായിക്കോട്ടെ. വൈകുന്നേരം ആകുമ്പോൾ കുട്ടികൾ തിന്നില്ലേ? പലഹാരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പലഹാരം മാത്രമേ തിന്നുള്ളൂ. തിന്നട്ടെ. പറ്റില്ല പറ്റില്ല പള്ളിയിൽ നിർത്താൻ മതിയല്ലോ. പറ്റില്ല പറ്റില്ല പറ്റില്ല. 2 വായല്ല ഇത് മൊത്തം കഴിയണവരെ. ഇന്നലെ വൈകുന്നേരത്ത് വിറകിന് പോയതാട്ടോ ഞാനും അമ്മയും പാടെ. കണ്ടോ ഇത്രയും പോയി കൊണ്ടുവന്നു. ഇന്നും ഒന്ന് പോകണം. അമ്മ പോണതിൻ്റെ മുമ്പേ ഒരു അമ്മ ഏറ്റവും വേണ്ട കേട്ടോ. പക്ഷേ ഒരാൾ കൂടല്ലെങ്കിൽ ഈ പേടിയവാണ്. ഞങ്ങളുടെ വിറകൊക്കെ ഓണം വരെ എത്തുമെന്ന് ദൈവം തമ്പുരാനറിയാം. റബ്ബർ തൊടിയിലേ ആരുമില്ലാണ്ട് പോകുമ്പോൾ ഭയങ്കര പേടിയിട്ടോ. ചില സമയത്തില്ലേ അമ്മ പാമ്പുകളുണ്ടാവേ. അത് ബാ അവനാ ഞാൻ എടുത്തരാ. പൊക്കോ. ഇപ്പൊ പരത്തുന്നില്ലല്ലോ. ആദ്യമായിട്ട് ഇപ്പൊ പരത്തുണ്ടോ ബ്രസിയെ? ഇപ്പൊ പരത്തുണ്ടോ? ഇതാടി ഇല്ലേ? ഇറച്ചി കഴിഞ്ഞു ഇത്രേ. ഒന്ന് ഇരുന്ന് കഴിക്കും മകനെ, ഒന്ന് ഇരുന്ന് കഴിക്ക്. അതാണ് പറയുന്നത്. നേരത്തെ നീക്കി. അപ്പൊ നീക്കുമ്പോ അവിടെ പോയി ഇരിക്കുകയല്ലേ നീ ചെയ്യുന്നത്? നീച്ച് വന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ നേരത്തെ നീച്ച് വന്നിട്ട് എന്താ കാര്യം? നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടോ? ഞാൻ പിന്നെ എന്താണെന്നറിയോ, രാവിലെ ചീത്ത പറയണ്ട വിചാരിച്ചിട്ടാ. എനിക്ക് ദേഷ്യം വരാണ്ടല്ലോ കേട്ടോ. കഴിക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രാവിലെ ഉണ്ട് നേരത്തെ നീച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എത്ര നേരത്തെ ചെയ്യാൻ പറ്റും? എൻ്റെ അമ്മ ഇത് കടന്നിങ്ങനെ വിരകണോ? എൻ്റെ കുഞ്ഞുണ്ണി അടക്കുന്ന നേരത്തെ നീച്ചു. ഇത് കുട്ടികൾ കണ്ടോ? അതാ സ്കൂൾ ബസ്. അതാ ചെക്കൻ ചട്ടി നോക്കും. അത് ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയേ ഉള്ളൂ കേട്ടോ. അത് വരണ്ടേ നന്നായേ ഉള്ളൂ. ആർക്കും ഇല്ലേനു. എന്താ അമ്മോ ഇതിൽ വഴുതനങ്ങ ഉപ്പേരിയാക്കട്ടെ? വഴുതനങ്ങ ഉപ്പേരി. ഇതധികം നമ്മുടെ അമ്മൂട്ടി കഴിക്കില്ല കേട്ടോ. എന്താണെന്നറിയാം, അമ്മൂൻ്റെ കൂട്ടുകാർക്ക്. അപ്പം അതും കൊണ്ട് ഒരു കോഴിമുട്ട പൊരിക്കുന്നുണ്ട് അവൾക്ക്. മുട്ട അതിലിട്ടിട്ട് ചോറടിച്ചേക്കാ വിചാരിച്ച്. ഇതാ അടുത്ത് തരുന്നടി. പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചിയിടും. നമ്മളേ കപ്പ പൂളാന്ന് പറയരുത് പറഞ്ഞു കേട്ടോ. നമ്മുടെ ഇവിടെ പൂളാന്ന് തന്നെ പറയല്. ഈ പൂള വെച്ചിട്ട് ചപ്പാത്തിക്ക് ഇഷ്ടം ഉണ്ടാക്കുക കേട്ടോ. എന്താ പൂള കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വിസിലടുപ്പിക്കട്ടെ. ചപ്പാത്തിക്ക് അമ്മ പരത്തി വെച്ചേക്കണു. ഇനി അത് ചുട്ടെടുക്കുക മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അതിലുള്ള തല അളിയനും തിന്ന, അതുകൊണ്ട് അതിലെ തല എടുക്കാം. ചട്ടി എന്തമ്മ കുക്കറിൽ വെക്കേ? ഒരു കുഞ്ഞു പാത്രം തന്നാൽ മതിയേ. ഇനിയിപ്പോൾ ഇതിവിടെ ഒലിക്കണ്ടാച്ചിട്ടാ കൈ പൊള്ളത്തിൻ്റെ. അമ്മ ഇല്ല സൂന്യ, മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കപ്പ വെച്ചാൽ എല്ലാവർക്കും വേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ കപ്പല്ലേ മണ്ണിൽ കുഴിച്ചിട്ടാൽ മതിയായിരുന്നു. നാളേക്ക് ഇനിയിപ്പോൾ 2 ദിവസം എടുക്കില്ലല്ലോ. എവിടെ നനയാത്ത മണ്ണിൽ കൊണ്ടുവരണം. നനയാത്ത മണ്ണിലല്ലേ? നനയാത്ത മണ്ണിപ്പോൾ എവിടെ ഇല്ല. അമ്മ ആ കുഞ്ഞി കത്തി എവിടെ അമ്മ? കറുപ്പ് കണ്ടോ? ആ കിട്ടി. പൊന്നൂന് ഇഷ്ടാട്ടോ. നമുക്ക് കുട്ടികൾ നെയ്ച്ചോറ് കഴിച്ചില്ല. അപ്പം നമുക്ക് വേണ്ടേ, പിന്നെ അവർ അവിടെ ഏട്ടൻ്റെ കൂട്ടുകാർക്കും വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി അയില കറിയും വെക്കണം. സുകന്യ തുടയ്ക്കണു. ഞാൻ അടിച്ചൊരി വേഗം കേട്ടോ. അപ്പോൾ അവൾ വേഗം തുടച്ചു. പൊന്നൂസ് അവിടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക. പൊന്നു ഏട്ടനെ അങ്ങോട്ട് കാണാൻ
കണ്ടില്ല പറഞ്ഞ് ഉള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരു കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു കഷ്ണം ഇട്ട് കൊടുത്തളാ. ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ ഈ കുട്ടി ഇങ്ങനെ ചെയ്യാ? വണ്ടി കൊണ്ട് പുറത്ത് പോകാൻ പാടില്ല പറഞ്ഞ ഇവിടുന്ന് ഒരാൾക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ പാടില്ല. ഇവൻ ഓടിയിട്ട് അപ്പതാ സിന്ധു ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് വരെ എത്തിക്കണോ. ഞാൻ വിറകിന് പോകണം വിചാരിച്ച കൂട്ടാൻ വേഗം വെച്ചിട്ട് കുറച്ചും കൂടി വിറക് അവിടെ ഉണ്ട്. മഞ്ഞപ്പൊടി ഇട്ടു. കുറച്ച് കറി മതി കേട്ടോ. എന്താ വെച്ചാൽ പലഹാരത്തിനല്ലേ, കുട്ടികളൊക്കെ പോയല്ലോ. ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇതാ കുക്കറിൽ 2 വിസിലടിച്ച കറി കണ്ടില്ലേ. എന്താ വെള്ളം കമ്മിയല്ലേ അതിൽ? ചപ്പാത്തിക്ക് കുഴച്ച് പരത്തി വെച്ചിട്ടുണ്ട്. ഇത് പഴുത്തിട്ടില്ലല്ലോ. നല്ല വിശക്കുന്നു. രാവിലെ ഈ 4 മണിക്ക് നീച്ച് പോകും കൊണ്ടേ ആനയെ തന്ന ആനയെ തിന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഈ പഴം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും പറയണു ഞാൻ തടി കൂടി എന്നുള്ളത്. എന്നെ നേരിട്ട് കാണുന്നവരൊക്കെ ഞാൻ തടി കുറഞ്ഞു പറയണു. വീഡിയോയിൽ കാണുന്നവരൊക്കെ പറയണു ഞാൻ തടി കൂടി എന്നുള്ളത്. നല്ല ലൈറ്റിൻ്റെതാണ്. അതിൻ്റെ നെയ്റ്റിയുടെ പ്രശ്നമല്ലേ. ഞാൻ നെയ്റ്റ് കണ്ടോ, നല്ല ഇതുണ്ടോ, നല്ല ലൂസിലാണ് കേട്ടോ നെയ്റ്റ് ഇടുന്നത്. ഞാൻ ശരിക്കും തടി കുറയുകയാണ് ചെയ്തേക്കണത്. അത് എന്താ നേരിട്ട് കണ്ടാലേ അറിയുള്ളൂ അല്ലേ. നേരിട്ട് കാണുന്നവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ കൂടെ കാണുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് വലിപ്പം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഇല്ലേ വെളുത്തുള്ളി ഇവിടെ ഉണ്ടേ. എവിടെ? ഇതാ ഇവിടെ ഏതായിരിക്കും വെളുത്തുള്ളി. ഒരു കഷ്ണം ഇഞ്ചി അതെൻ്റെ ആ സൈഡിലുണ്ട് പെണ്ണേ, നോക്കിയൊക്കെ. ഇല്ലേ? അത് മതി. ഇതിൻ്റെ ഒക്കെ ഒന്നും വേണ്ടേ, മുഴുവനൊന്നും വേണ്ട. ഇഞ്ചി ഉണ്ടോ? ഇന്നലെ മൊത്തം എടുത്തോ? നമ്മുടെ തൊടിയിലുണ്ടമ്മ ഇഞ്ചി. ഇതായിരിക്കുന്നു ഇഞ്ചി കഷ്ണം. എവിടെ? ഇതാ പോരെ. മതി. എന്നാൽ അമ്മ മീൻകറി വയ്ക്കാറുണ്ട് കേട്ടോ. നമ്മുടെ മീൻകറി സൂപ്പറാണേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനെന്നാ വെക്കും. ഇവിടുത്തെ അമ്മ ഇവിടെ വെക്കുന്നത് വേറെ രീതിയിലും അമ്മ വെക്കുന്നത് വേറെ രീതിയിലുമാണ് കേട്ടോ. രണ്ട് രീതിയിലുള്ള കറികളാണ്. ഞങ്ങളുടെ അവിടെ പുളി ഒഴിച്ചാലും ഈ മല്ലിയും മുളകും മാത്രം വറുത്തരച്ച് ഞാൻ വെക്കാറില്ലേ. അങ്ങനത്തെ കറികൾ അവിടെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് പോയിട്ട് അവിടെ വെച്ച് കൊടുത്ത എൻ്റെ ചെറിയേട്ടനും വലിയേട്ടനും പറയും ഇതെന്ത് കൂട്ടാനടി, ഇത് ഒരു രസമല്ല പറയും. പക്ഷെ ഇവിടെ ഉള്ളവർക്കാണ് പറഞ്ഞാൽ വെച്ചാൽ ആ കറികളാണ് ഇഷ്ടം. അത് ആദ്യം മുതലേ നമ്മൾ എന്താണ് കൂട്ടുന്നത് പറഞ്ഞു വെച്ചാൽ ആ ഒരു പുളിയോട് ഭയങ്കര ഇഷ്ടമല്ല. പക്ഷേ ഈ ഭാഗത്ത് മുഴുവൻ സുകന്യ ഇവിടെ വന്നിട്ടല്ലേ ഇത് കാണുന്നത്. ഇതാ നമ്മുടെ കപ്പ വെന്തു കേട്ടോ, കണ്ടില്ലേ നല്ല പോലെ വെന്തു. കണ്ട നല്ല. ഇനി ഇങ്ങനെ വേണമെങ്കിലേ നമുക്കിങ്ങനെ കടുക് കാളിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചാൽ മുതലാവില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും കറി വേണ്ടേ. അപ്പം അത് കാരണം തേങ്ങ ചെറിയൊരു മുറി തേങ്ങ എടുത്ത് അരച്ച് വെച്ചേ. ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെക്കട്ടോ. ഒരു കഷ്ണം നമ്മുടെ ഇഷ്ടം ചപ്പാത്തിക്ക് അടിപൊളിയാണ് കേട്ടോ. ഇഷ്ടമല്ല അങ്ങനെ കപ്പയും കൊണ്ടൊന്ന് കറി വെച്ച് വെക്കൂ, നല്ല ടേസ്റ്റാണ്. ഇതിനിങ്ങനെ നമുക്കിങ്ങനെ കുറച്ച് ചാറ് പോലെ ഇരിക്കില്ലേ, കുറച്ച് കഴിയുമ്പോഴേക്കൊന്ന് ചൂടാറും കേട്ടോ. ഇനി ഇതിൽ പച്ച വെളിച്ചെണ്ണ അല്ലേ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇതൊക്കെ ഒരു കഷ്ണം പേര് ഒരു മണത്തിന് മതി. കട കണ്ടോ കറിയായിട്ടോ. അതേപോലെ നമുക്ക് ഉരുളക്കിഴങ്ങില്ലേ, ഉരുളക്കിഴങ്ങും കൊണ്ട് ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ. ഞാനധികം തേങ്ങാപ്പാൽ ഒഴിക്കാൻ നോക്കാറില്ല, ഇതേപോലെ ഉണ്ടാക്കുക ചെയ്യുക. ഇനി നമ്മൾ പച്ച വെളിച്ചെണ്ണ അല്ലേ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. അപ്പുറത്ത് അമ്മ കറി വയ്ക്കാൻ പറഞ്ഞു. അമ്മ ഒന്ന് പൂട്ടോ. അമ്മ പിടിച്ചിട്ടാണ് ഇപ്പോൾ 2 ദിവസം നിന്നേക്കണത്. ഇല്ലെങ്കിൽ അമ്മ എപ്പോൾ പോയി ചോദിച്ചാൽ മതി. പച്ച വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കാണ്ടെങ്കിൽ വേണ്ട സാധനങ്ങളിപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നേ ഉള്ളൂ. ഉള്ളത് വെച്ച് കുക്കർ എവിടെ വെള്ളം നിറഞ്ഞോ അറിയാൻ വേണ്ടി ചുക്ക് വെള്ളമാണ് കേട്ടോ അവിടെ. വേഗം ഉണ്ടാക്കിയാലേ ഉപ്പേരി കുറേ ദിവസമായി മതിയിലുണ്ടാക്കണം പറഞ്ഞിട്ട് അതിന് നോക്കുമ്പോൾ പറ്റിയ തൈരില്ല. പച്ചക്കറിയൊക്കെ അങ്ങനെ മക്കളും പച്ചക്കറി നല്ല ഇപ്പോൾ കഴിക്കണുള്ളൂ. ഇപ്പോൾ പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയാവാൻ തുടങ്ങിയിട്ടാണ്. പച്ചക്കറി പറഞ്ഞാൽ അവർക്ക്
വേറെ എന്തെങ്കിലും കോഴിമുട്ട വെറുതെ പൊരിച്ച് കഴിക്കുക, എന്നിട്ട് വെറുതെ വാരി ഉണ്ണും ചോറ്. ചപ്പാത്തി പൊന്തി പൊന്തി വരുന്നുണ്ട്. ചപ്പാത്തി പൊന്തി പൊന്തി വരുന്നുണ്ടോ? നമ്മുടെ റേഷൻ കടയത്തെ ചപ്പാത്തിയുടെ പൊടിയാണ് കേട്ടോ. പക്ഷെ അത് പൊള്ളച്ച് വരും. കുറച്ച് ചൂടുവെള്ളവും കുറച്ച് തണുത്ത വെള്ളം രണ്ടും പാടെ മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഓയിലില്ലേ നമ്മുടെ, ആ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല മയം ഉണ്ടാവും. ഉപ്പ് ഇട്ടിട്ട് കുഴച്ചാലമ്മ ഓയിൽ ഒഴിച്ചു. ചിലപ്പോൾ ഓയിൽ ഒഴിക്കും കേട്ടോ. ഒന്ന് അമ്മയാണ് കേട്ടോ, അമ്മയാണ് പരത്തിയത്. അതുകൊണ്ട് അമ്മ അതിൽ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല അത്രേ. ഞാൻ ഒഴിക്കാറുണ്ട് ഓയിൽ. നാളെ അച്ഛൻ്റെ ഒരിക്കലെടുക്കണതിൻ്റെ തലേ ദിവസം ചപ്പാത്തി ഉണ്ടാക്കി ഇവർ രണ്ടുപേരും പാടന്. സുകന്യ പൂരിക്കും പരത്തി, നിമ്മി ചപ്പാത്തിക്ക് എത്രയെന്നറിയാം, 8-10 ചപ്പാത്തി പിറ്റേ ദിവസം കളഞ്ഞു. നമ്മളെല്ലാവരും കഴിക്കില്ലേ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ട്. ഇനിയിപ്പോൾ ഇത് എന്താണെന്നറിയോ, ഇതിങ്ങനെ കുറച്ചുണ്ട് കേട്ടോ ഉണ്ടാക്കിയ ഇത് ചപ്പാത്തി. അപ്പോൾ അത് വൈകുന്നേരം മക്കൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ. പൂരി ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും പൂരി മതി, ചപ്പാത്തി ആർക്കും വേണ്ട. അപ്പം അങ്ങനെ അതാ. നാളത്തെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.